എറണാകുളം പൂത്തോട്ട ശ്രീനാരായണ വല്ലഭ ക്ഷേത്രത്തിൽ ഇത്തവണ സ്ത്രീകളാണ് ദേവിയുടെ രഥം വലിച്ചത്. കഴിഞ്ഞ വർഷം മുതലാണ് ക്ഷേത്രത്തിൽ ആനകളെ ഒഴിവാക്കി രഥം ഉപയോഗിച്ചു തുടങ്ങിയത്. കരിമരുന്ന് പ്രയോഗവും ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. പൂത്തോട്ട ശ്രീനാരായണ വല്ലഭ ക്ഷേത്രത്തിൽ 3 ആനകളെ അണിനിരത്തിയായിരുന്നു ഉത്സവം. പലയിടത്തും ആനയിടഞ്ഞ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതോടെയാണ് രഥോത്സവം എന്ന ആലോചനയിലേക്ക് എത്തിയത്. നാട്ടിലെ സ്ത്രീകളാണ് ഇത്തവണ രഥമുരുട്ടി ദേവിയെ എഴുന്നള്ളിച്ചത്. പ്രധാന പ്രതിഷ്ഠയായ ശിവനെ എഴുന്നള്ളിക്കാൻ കഴിഞ്ഞ വർഷം ആദ്യ രഥം നിർമ്മിച്ചിരുന്നു. ദേവീ രഥം രണ്ടാമത്തേതാണ്. സുബ്രഹ്മണ്യ സ്വാമിക്കായുള്ള രഥത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ദേവിയുടെ രഥം സ്ത്രീകൾ വലിക്കാം എന്നുള്ളൊരു ധാരണ ഞങ്ങൾ കമ്മിറ്റിയിൽ എടുക്കുകയാണ് ചെയ്തത്. ഏകദേശം 80 പേരോളം ഒരേ സമയം ഞങ്ങളിത് വലിക്കാനായിട്ടുണ്ട്. ഭീകരമായിട്ടൊരു സംഭവം ഈ 2 ദിവസം മുമ്പ് എല്ലാ മൊബൈലുകളിലെല്ലാം വരുന്നുണ്ട്. ആന എടുത്ത് തൂക്കി എറിയുന്നതൊക്കെ. അപ്പോൾ ഇതൊരു നല്ല കാര്യം തന്നെയാണ്. ആർക്കും പേടിക്കാതെ നിന്ന് കാണാമല്ലോ. കൽപ്പാത്തി രഥത്തിന്റെ എഞ്ചിനീയറിംഗ് മാതൃക അനുകരിച്ച് പൂർണ്ണമായും കേരളീയ ശൈലിയിലുള്ള കൊത്തുപണികളോടെയാണ് രഥം നിർമ്മിച്ചിരിക്കുന്നത്. പ്രശസ്ത കലാകാരൻ ഡാവിഞ്ചി സുരേഷിന്റെ സഹോദരൻ ഉണ്ണികൃഷ്ണനാണ് ശില്പി. 3 രഥങ്ങൾക്കുമായി 60 ലക്ഷം രൂപയാണ് നീക്കിവെച്ചത്. തേക്കിൽ തീർത്ത ഫുള്ളായിട്ട് തേക്കിൽ തീർത്ത രഥമാണ്. ടയർ തൊട്ട് എല്ലാം തടിയിൽ തീർത്ത രഥമാണ്. ഒരു രഥം പണിയുണ്ടെങ്കിൽ ഒരു 6 മാസത്തോളം അതിന്റെ കൊത്തുപണികൾ കാഴ്ചയിൽ ഇങ്ങനെ തോന്നുമെങ്കിലും അതിനോട് അടുത്ത് കണ്ടാൽ മുഴുവൻ കൊത്തുപണികളാണ്. ഇപ്പോൾ ആദ്യത്തെ രഥത്തിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 17.5 അടി ഹൈറ്റാണ്. ഇപ്പോൾ സ്ത്രീകൾ വലിക്കുന്ന രഥത്തിന്റെ ഹൈറ്റ് 13 അടിയാണ്. അടുത്ത വർഷം ഇറങ്ങുന്ന മുരുകന്റെ രഥത്തിനും 13 അടിയാണ്. കരിമരുന്ന് പ്രയോഗം എല്ലാം നിർത്തിയിട്ട് അമ്പലത്തിൽ മണി മുഴക്കുന്ന സമ്പ്രദായത്തിലേക്ക് മാറുകയും ചെയ്തു. ഒരു കതിന പോലും ഈ അമ്പലത്തിൽ പൊട്ടിക്കാറില്ല. ദേവിക്കായുള്ള രഥമായതിനാലാണ് സ്ത്രീകൾ രഥം വലിക്കട്ടെ എന്ന നിർദ്ദേശം മുന്നോട്ട് വന്നത്. 3ാമത്തെ രഥത്തിന്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാകും. അമൃത ന്യൂസ്, കൊച്ചി.